ഫ്രണ്ട്സ്, ഈ 1-2 മാസം മുമ്പ് എനിക്കൊരു ന്യൂസ് കാണാനിടയായി. അതായത് യൂറോപ്യൻ കൺട്രീസിൽ കോവർക്കറിനെ കൂടെ ജോലി ചെയ്യുന്നയാളെ കോവർക്കർ കയറി ആൻറ്റി എന്ന് വിളിച്ചു. ആൻറ്റി എന്ന് വിളിച്ചപ്പോൾ ആ കോവർക്കർ വിളിച്ചയാളെ സൂ ചെയ്തു. നിങ്ങൾ ഈ വാർത്ത കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഇതേപ്പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പറയുന്ന ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന്. ഇപ്പോൾ എന്നെപ്പറ്റി പറയുമ്പോഴത്തേക്ക് ഒരുവിധം എൻ്റെ ഏജിലുള്ള എല്ലാവരും, അതായത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം നമ്മളെക്കാളും ഒരു ക്ലാസ്സിന് മുന്നിലുള്ളവരെ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അയൽവക്കത്തുള്ളവരെയും ഒരു വയസ്സ് മുകളിലുള്ളവരെയും ഒക്കെ നമ്മൾ ചേച്ചി അല്ലെങ്കിൽ ചേട്ടാ എന്നല്ലേ വിളിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ശീലിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നേഴ്സറി സ്കൂളിലായിരുന്നെങ്കിലും ഒരു വർഷം മുമ്പിലുള്ളവരെ ചേച്ചി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പം നമ്മൾ അങ്ങനെയാണ് വളർന്നു വന്നത്. അപ്പം ഇതൊക്കെ തന്നെയായിരുന്നു ഞാനും ശീലിച്ചു വന്നത്. അതിനുശേഷം ഇവിടെ അമേരിക്കയിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യങ്ങൾക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പം നമ്മുടെ ഒപ്പം കൂടെ ജോലി ചെയ്യുന്നവർ എത്ര പ്രായമുള്ളവരാണെങ്കിലും എല്ലാവരെയും പേരാണ് വിളിക്കുന്നത്. അതുമാത്രമല്ല, എന്നെ അതിൽ കൂടുതലായിട്ട് അത്ഭുതപ്പെടുത്തിയത് ഫാമിലിയിലാണെങ്കിൽ കസിൻസിനെ ആണെങ്കിലും ഈവൻ അവരുടെ രണ്ടാനച്ഛനെയും രണ്ടാനമ്മയും സ്റ്റെപ്പ് ഫാദറിനെയും സ്റ്റെപ്പ് മദറിനെയും ഒക്കെ ഇവർ പേരാണ് വിളിക്കുന്നത്. ഇതെനിക്ക് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമായിരുന്നു. ഇപ്പം ഇത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എന്നെക്കാളും കുറേ പ്രായമുള്ള എൻ്റെ കോവർക്കറിനെ നേരിട്ട് ആൻറ്റിയെന്നോ ചേച്ചിയെന്നോ വിളിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ ഞാൻ പറയുമായിരുന്നു കരണമ്മച്ചിയെന്ന്. കാരണം എനിക്ക് പേര് അത്രയും പ്രായമുള്ള ഒരാളുടെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ തന്നെ എനിക്കതൊരു കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കല് ഇത് എന്നെപ്പോലുള്ള 50 കഴിഞ്ഞവരുടെ ഒരു പരാതിയാണെന്ന്. അല്ല, ഇത് ഇപ്പോഴത്തെ പുതിയ തലമുറ, അതായത് ഇപ്പോൾ 20s അതുപോലെ തന്നെ ഇപ്പോൾ 30, 40, 50, 60 ഈ ഏജിലുള്ളവരുടെയും എല്ലാവരുടെയും ഒരു കൺസേൺ ആയിട്ടാണ് ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ജോലിയിൽ നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത്, ഏത് ജോലി ആയിക്കോട്ടെ, ആ ജോലി സ്ഥലത്ത് നമ്മുടെ കോവർക്കേഴ്സ് നമ്മളെ പേര് വിളിക്കുന്നതാണോ അതോ ചേട്ടാ ചേച്ചി അങ്കിൾ ആൻറ്റി എന്ന് വിളിക്കുന്നതാണോ നിങ്ങൾക്കിഷ്ടം? നമ്മുടെ ഇഷ്ടം അവിടെ നിൽക്കട്ടെ. അല്ലാതെ ഒരു പ്രൊഫഷണലിസം, ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ചേച്ചി ചേട്ടാ അങ്കിൾ ആൻറ്റി എന്ന് വിളിക്കുന്നതിനേക്കാളും നല്ലത് പേര് വിളിക്കുന്നതല്ലേ? നിങ്ങൾക്ക് റെസ്പെക്റ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മിസ്റ്റർ ജോസഫ്, മിസ് ജയ അങ്ങനെ വിളിക്കാമല്ലോ. അങ്ങനെ വിളിച്ചുകൊണ്ട് കുഴപ്പമില്ലല്ലോ. കാരണം ഞാനിത് പറയാൻ കാരണം, ഒന്നാമത്തെ കാരണം എനിക്ക് തന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ടായിരുന്നു. ഒരു 1-2 വർഷം മുമ്പ് ഏർലി 20s ഒരു കോവർക്കർ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നു. എന്നെ കയറി ജയ എന്ന് വിളിച്ചപ്പോൾ എനിക്ക് തന്നെ ഒരു കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. പക്ഷേ ആ കുട്ടി എന്നെ വിളിച്ചപ്പോൾ ഞാൻ കറക്റ്റ് ചെയ്യാൻ എന്താണ് വിളിച്ചത് എന്നും ഞാൻ ചോദിച്ചില്ല. പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പം റിയലി ഐ സ്റ്റാർട്ടഡ് ടു എൻജോയ് ഷീ ഈസ് കോളിങ് മൈ നെയിം. അത് കഴിഞ്ഞിട്ട് ഈയിടെ ആ കുട്ടി തന്നെ എന്നോട് ചോദിച്ചു, ഇങ്ങനെ പേര് വിളിച്ചതിൽ എന്തെങ്കിലും പേര് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ലയോ? ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ആ കുട്ടി തന്നെ പറയുവാണ്, നമ്മൾ വർക്ക് പ്ലേസിൽ, അതായത് നമ്മൾ ഓർക്കണം, എൻ്റെ പ്രായത്തിലുള്ളവരുടെ ചിന്തയല്ല ഇപ്പോഴത്തെ പുതിയ കുട്ടികളുടെ ചിന്ത. ആ കുട്ടി പറയുവാണ്, നമ്മൾ വർക്ക് പ്ലേസിൽ അങ്ങനെ അങ്കിൾ ആൻറ്റി ചേച്ചി ചേട്ടൻ എന്ന് വിളിക്കുന്നത് ശരിയാണോ? ഇത് നമ്മൾ വർക്ക് പ്ലേസ് അല്ലേ, പ്രൊഫഷണലിസം കീപ്പ് ചെയ്യണ്ടേ? നമ്മൾ പ്രൊഫഷണലായിട്ടിരിക്കണം നമ്മുടെ ജോലി സ്ഥലത്ത്. അവിടെ നമ്മൾ ആൻറ്റി അങ്കിൾ ചേച്ചി ചേട്ടാ അങ്ങനെ വിളിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ആ കുട്ടി അത് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു അത് ശരിയല്ലേ. കാരണം ഈ പേരിനുകളിൽ, അതായത് ചേട്ടൻ ചേച്ചി അങ്കിൾ ആൻറ്റി ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ ആ വിളിയിൽ ഒരു ബന്ധമാണ്. നമുക്കൊരു ഫാമിലി അല്ലേ, നമ്മൾക്ക് നമ്മുടെ അടുപ്പമുള്ളവരെ അല്ലേ നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. അതായത് ചുമ്മാതെ വിളിക്കുക എന്നതിലുപരി ഈ വിളിക്ക് ഒരു ബന്ധമുണ്ട്. അതായത് ചേട്ടൻ ചേച്ചി എന്ന് വിളിക്കുമ്പോൾ അത് ചേട്ടൻ ചേച്ചിയായിട്ട്, ചേട്ടനും ചേച്ചിക്കും അനിയനോടോ അനിയത്തിയോടോ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ അനിയനും അനിയത്തിയും ചേട്ടനും ചേച്ചിക്കും കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ഇതൊക്കെ ഒരു കോവർക്കർ, ഒരു ജോലി സ്ഥലത്ത് നമുക്കതെല്ലാം അതുപോലെ മീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം അവിടെ നമ്മുടെ ഫാമിലി ബന്ധങ്ങളല്ല, അവിടെ നമ്മുടെ
പ്രൊഫഷണലാണ്, നമ്മുടെ ജോലിയാണ്. അപ്പം നമ്മുടെ ജോലിയിൽ പ്രൊഫഷണലിസമായിട്ട് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും പേര് വിളിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് ശരിയാണോ? അല്ലേ? പേര് വിളിക്കുന്നതല്ലേ നല്ലത്? പിന്നെ അതുപോലെ തന്നെ ഇപ്പം നേഴ്സിംഗ് ഫീൽഡിലാകുമ്പോഴത്തേക്ക് നമ്മൾക്കിവിടെ അങ്കിൾ ആൻറ്റി നമ്മുടെ നാട്ടിലുള്ളവരെ നമ്മളിങ്ങനെ വിളിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കണം, മറ്റു കുറച്ച് പേര് ഇവിടുത്തുകാരുണ്ട്, നമ്മൾ പേര് വിളിക്കുന്ന കുറേ ആൾക്കാർ. അപ്പോൾ നമ്മളിവരെ അങ്കിൾ ആൻറ്റി ചേച്ചി എന്ന് വിളിച്ച് നമ്മളൊരു ഗ്യാങ്. അപ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റുള്ളവർക്ക് അതെങ്ങനെ ഫീൽ ചെയ്യും? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെ, എന്നോട് ഈയിടെയായിട്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈയിടെയല്ല പണ്ടും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തായി വിളിക്കുന്നത്? ചേച്ചി, ചേട്ടൻ, അച്ചായൻ, അമ്മാമ്മ, ആൻറ്റി, എന്തുവാ? അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഇതിങ്ങനെ എൽഡർ സിസ്റ്ററിനെ വിളിക്കുന്നതാണ്, റെസ്പെക്റ്റ് കൊണ്ട് വിളിക്കുന്നതാണ്. അപ്പം ഞങ്ങളെ പേര് വിളിക്കുന്നു, അപ്പം ഞങ്ങൾക്ക് റെസ്പെക്റ്റ് ഒന്നും ഇല്ലയോ? അങ്ങനെ ചോദിച്ചവരും എൻ്റെ കൂടെയുണ്ട്. അപ്പം നമ്മൾ ജോലി സ്ഥലത്ത് എന്ത് മൾട്ടി കൾച്ചറലുണ്ട്, പല നാഷണാലിറ്റിയും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ളവരുടെ കൂടെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. പക്ഷേ എന്നാലും നമ്മൾക്കൊരു കോമൺ കൾച്ചറുണ്ട്, അതാണ് പ്രൊഫഷണലിസം. നമ്മൾ എവിടെ നിന്ന് വന്നവരായിക്കോട്ടെ, ഇപ്പം എൻ്റെ നാട്ടിൽ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മളിവിടെ അമേരിക്കയിൽ വന്നപ്പോൾ ഇവിടുത്തെ കൾച്ചർ, നല്ല കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അല്ല, എൻ്റെ നാട്ടിൽ ഇങ്ങനെയാണ്, ഇതേ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് വിചാരിച്ചാൽ അത് ശരിയാണോ? അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മൾ ഏത് പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, നമ്മളെപ്പോഴും പ്രൊഫഷണലിസം കീപ്പ് ചെയ്യണം. നമ്മൾ ആൾക്കാരെ പേര് വിളിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ മറ്റൊരു കാര്യം, ഒരുപക്ഷെ ഒരു 50 ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നിയതായിരിക്കും, പണ്ട് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു, എന്നെ ചേച്ചിയെന്നോ ആൻറ്റിയെന്നോ വിളിക്കുന്നത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. വിളിക്കാത്തതിലുള്ള വിഷമമേ ഉള്ളായിരുന്നു. എൻ്റെ ബ്രദറാണെങ്കിൽ എന്നെക്കാളും 1 വയസ്സ് ഇളയതാണ്. അവൻ എന്നെ പേര് വിളിക്കുന്നത് ഞാൻ എഴുതി വെച്ചു. എൻ്റെ ഫാദറിൻ്റെ കയ്യിൽ നിന്ന് അവന് അടി മേടിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ റെസ്പെക്റ്റ് ചോദിച്ചു വാങ്ങിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഞാനീ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ജോലിക്ക് ചെല്ലുമ്പോൾ ഒരാൾ ആൻറ്റി എന്ന് വിളിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു, ഞാൻ അത്രയ്ക്ക് ഓൾഡായോ? ഞാനിങ്ങനെ എനർജറ്റിക്കായിട്ട് ജോലി ചെയ്യാനായിട്ടുള്ള ഇങ്ങോട്ട് വരുമ്പോഴാണ് ഒരാൾ അങ്കിൾ അല്ലെങ്കിൽ ഒരു ആൻറ്റി വിളിയും ഒരു ചേച്ചി വിളിയൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഓർത്ത്, ഇത്രയും പ്രായമായോ? പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ മനസ്സിലെപ്പോഴും ആ നാട്ടിൽ നിന്ന് വന്ന, അതായത് ഞാൻ വീട്ടിൽ നിന്ന് നേഴ്സിങ്ങിന് ഇറങ്ങി ആ 17 വയസ്സിൻ്റെ ചുറുചുറുക്കാണ് എൻ്റെ മനസ്സിലിപ്പോഴും. നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ ആൻറ്റി അങ്കിൾ എന്ന് വിളിക്കുമ്പോൾ അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റാണ്, അവിടെ ഒരു റിലേഷൻഷിപ്പാണ്. അത് മീറ്റ് ചെയ്യാനുള്ള ബാധ്യസ്ഥത നമ്മളുണ്ട്. പക്ഷേ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത്, ഇത് ഞാൻ പ്രൊഫഷണലിസം, അതായത് നമ്മുടെ ജോലി സ്ഥലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. വെളിയിലുള്ളവർ ശരിയാണ്, നമ്മളെക്കാൾ ഇളയവർ ആൻറ്റിയെന്നോ ചേച്ചിയെന്നോ ഒക്കെ വിളിക്കുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ അതിൽ ഒരു പേഴ്സണൽ ടച്ച് വേണം. എനിക്കിഷ്ടമാണ് എന്നെ ജയ ആൻറ്റി എന്നോ ജയ ചേച്ചി എന്നോ വിളിക്കുന്നത് എനിക്കിഷ്ടമാണ്. ചുമ്മാ ആൻറ്റി, ചുമ്മാ ചേച്ചി എന്ന് വിളിക്കുന്നതിലോട് എനിക്ക് അത്രയ്ക്ക് അഭിപ്രായമില്ല. ഇത് ഞാൻ പറയാൻ കാരണം എൻ്റെ ആൻറ്റിമാരുണ്ട്. അപ്പം ഞാൻ കുഞ്ഞാൻറ്റി, വലിയ ആൻറ്റി അങ്ങനെ വിളിക്കുന്ന എൻ്റെ ആൻറ്റിമാരുണ്ട്. അപ്പോൾ അവരെ അറിയാതൊരു പ്രാവശ്യം ആൻറ്റി എന്ന് വിളിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, അവർക്കങ്ങനെ ആൻറ്റി എന്ന് വിളിക്കുന്ന ഇഷ്ടമില്ല. ചുമ്മാ ആൻറ്റി എന്ന് വിളിക്കുമ്പോൾ ഒരു ബന്ധമില്ലാത്തവരെ നമ്മൾ കടയിൽ പോയാലും ആൻറ്റി എന്ന് വിളിക്കും, അങ്ങനെ ഫീൽ ചെയ്യുന്നു. ചുമ്മാ ചേച്ചി എന്ന് വിളിക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നു. അതേ സമയത്ത് കുഞ്ഞാൻറ്റി, വലിയ ആൻറ്റി എന്ന് വിളിക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു ഫീൽ ചെയ്യുന്ന ആ ബന്ധം ഒന്നും കൂടെ അത് ഉറപ്പിക്കപ്പെടുന്ന പോലെ തോന്നുന്നുവെന്ന് പറഞ്ഞു. ഇത് ഞാൻ എൻ്റെ അഭിപ്രായം നിങ്ങളോട് പറഞ്ഞതാണ്. നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? ഏത് പ്രൊഫഷനിലായിക്കോട്ടെ, ജോലി ചെയ്യുന്നിടത്ത് നിങ്ങളെ ജോലി സ്ഥലത്ത് മിസ് ജയ, മിസ് റോസ്, മിസ് മിനി എന്താണോ, അത് മിസ്റ്റർ ജോസഫ്, മിസ്റ്റർ സക്കറിയ ഇങ്ങനെ വിളിക്കുന്നതാണോ ഇഷ്ടം? അതോ അങ്കിൾ ആൻറ്റി, ചേച്ചി, ചേട്ടൻ എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? നിങ്ങളുടെ അഭിപ്രായം പറയുമല്ലോ. അപ്പോൾ ഈ സമയത്ത് ഈ അവസരം ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഹാപ്പി നേഴ്സസ് വീക്കും കൂടെ വിഷ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാ നേഴ്സസിനും ഐ ആം സോ പ്രൗഡ് ടു ബി എ നേഴ്സ്. താങ്ക് യു.